ഹലോ മുത്തുമണികളെ, ഈ ഒരു വിഷയം എന്ന് പറയണം, ഈ ഒരു വിഷയം പറയേണ്ട കാര്യം ഉണ്ടാന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ പറയാതെ പോവല് നിവർത്തിയില്ലാത്തത് കൊണ്ട് പറയണേന്ന്. ഒരു വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, കാണാൻ താല്പര്യമില്ലാത്തൊരു നേരെ ഇറങ്ങിപ്പോയിനിടെ. അപ്പം സംഭവം എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും നമ്മളെ പാവപ്പെട്ട ഉമ്മ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് അത്രേ. അതിൽ എന്ന് പറഞ്ഞോണ്ട് പിത്തലാട്ടം കളിക്കുന്നുണ്ട് അത്രേ. എൻ്റെ പൊന്നുമോളെ, നിന്റെ തത്തയും തള്ളയും ചെയ്യണ കാര്യത്തിന് ഞാൻ എങ്ങനാടി ഉത്തരവാദിയാവണത്? എൻ്റെ നെഞ്ചത്തോട്ട് നീ എന്തിനാടി കയറുന്നത്? നീ ഏവനെയോ വിളിച്ച് വീട്ടിൽ കയറ്റി, അത് നാട്ടുകാർ പിടിച്ചതിന് കുറേ നാൾ എനിക്ക് ചേക്കയില്ലായിരുന്നു. എടാ, ഞാൻ ചെയ്ത അവിഹിതത്തിനാണ് ഞാൻ ഈ കേൾക്കണമെങ്കിലും വേണ്ടൂലാണ്. അത് കഴിഞ്ഞ് കുറേ നാൾ വയറ്റിലായതിനെ പറഞ്ഞും കൊണ്ടായിരുന്നു എനിക്ക് ചേക്കയില്ലാത്തത്. ഇതിപ്പോൾ ആ കൊച്ച് എവിടെ ചെന്ന് മൊഴി കൊടുത്ത് ഇവക്കെതിരെ ഞാനെന്ത് പിഴച്ച്? ഞാനാണ് ആ കൊച്ചിനെ കൊണ്ടുപോയി മൊഴി കൊടുപ്പിച്ചത്. എടാ, ഈ ആര് എങ്ങോട്ട് പോയാലും എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ്. എൻ്റെ പൊന്നുമോളെ, ഈ വക കാര്യങ്ങൾ നീ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ ആലോചിക്കണം. നീ ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്തത്. നീ റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നുള്ളത് നിൻ്റെ ഇപ്പോഴത്തെ വീഡിയോകൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കുന്ന ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് നീ പറയുന്ന പോലെ ഒരു കള്ളുകുടിയനോ പെണ്ണുകുടിയനോ അവിഹിതക്കാരനോ MDM അടിക്കുന്നവനോ ഒന്നുമല്ല. വളരെ നല്ലൊരു മനുഷ്യനാണ് അല്ലേ? നീ പറയുന്നത്, നീ ഇന്നലത്തെ ലൈവിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അയാൾ നല്ല നന്മയുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ നിൻ്റെ കുട്ടികളെ ഉപദ്രവിച്ചിട്ടില്ല, നിൻ്റെ പിന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അയാളിനെ കുറിച്ച് നീ കളവ് പറഞ്ഞ് നീ പൊതുസമൂഹത്തിൽ വന്നിട്ട് അയാൾ കള്ളു കുടിച്ച് എന്നെ അടിച്ച് എൻ്റെ മക്കൾ ഇതാ പേടിച്ചരണ്ട്. കുറച്ച് ദിവസങ്ങൾ പോലും ആയിട്ടില്ലടി, നീ പാതിരാത്രിയിൽ ഒരു ലൈവ് ചെയ്തിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നിന്നെ ഷാൻ കൊല്ലാൻ ശ്രമിച്ചു. അത് കണ്ട് പേടിച്ചരണ്ട് നിൻ്റെ മക്കൾ കസേരയുടെ അടിയിലും പിന്നെ വീട്ടിൻ്റെ ഏതോ റൂമിൻ്റെ അകത്തും ഒക്കെ നിൻ്റെ മക്കൾ പേടിച്ചരണ്ടിരിക്കുന്നു എന്ന് നീ തന്നെയാണ് ലൈവിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കളവാണ് എന്നാണ് നീ ഇന്നലത്തെ ലൈവിൽ പറയുന്നത്. അങ്ങനെയൊന്നും ഒരു സംഭവം നടന്നിട്ടില്ല. ഞങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട്, എനിക്ക് റീച്ച് കുറച്ച് കുറയുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കളവ് പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴും എൻ്റെ കൂടെ ജീവിക്കുന്ന മണവണാഞ്ചൻ എൻ്റെ കൂടെ തന്നെ ഈ വീട്ടിൻ്റെ അകത്ത് തന്നെ ഉള്ളപ്പോഴാണ് ഞാൻ മക്കളെ കൊണ്ട് അഭിനയിപ്പിച്ചതാണ്. അങ്ങനെ അഭിനയിപ്പിച്ചത് നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചതാണ്. ഇപ്പം എൻ്റെ മോള് അത് വെച്ചിട്ടാണ് ചെന്ന് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും സത്യമല്ല. രായമ്മ കളവ് പറഞ്ഞ് എൻ്റെ ജീവിതം തകർക്കുകയാണ്, അല്ലെങ്കിൽ രായമ്മ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്. ഇതാണ് നീ പറഞ്ഞുകൊണ്ട് വരുന്നത്. എടാ, നീ പബ്ലിക്കിൽ കൊണ്ടിട്ട സാധനം ഞാൻ റിയാക്ട് ചെയ്തു. ഈ റിയാക്ട് ചെയ്തതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതേ കണക്ക് ഇവള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവളുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന്. ആ പറയുന്നതിൽ ചില കാര്യങ്ങൾ സത്യമാണ്. കാരണം ചില കാര്യങ്ങൾ സത്യമാണ് എന്ന് പറയുന്നത് ഇവള് മക്കൾ യത്തീമാണ് എന്ന് പറഞ്ഞും കൊണ്ട് ജനങ്ങളെ പറ്റിച്ചും കൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അയ്യോ ഞാൻ മുസ്ലിമിൻ്റെ അങ്ങേയറ്റമാണ്, ഈ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് സദക്ക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ യത്തീം മക്കൾ എന്ന് പറയുന്ന യത്തീം മക്കൾക്ക് മുസ്ലിം ജനങ്ങൾ കൊടുക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതായത് യത്തീം മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ കെട്ടിപ്പിടിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ്റെ മതമുണ്ട്. അപ്പോൾ ആ മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് നന്മയുള്ള മുസ്ലിങ്ങളുണ്ട്. ഈ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? യത്തീം മക്കളല്ലേ, യത്തീം മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളുടെ മക്കൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇവളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാതെ മക്കളെ ഓട്ടിച്ച് ഉമ്മാൻ്റെ അടുത്ത് വിടും. ഉമ്മ വെച്ചുണ്ടാക്കി മക്കൾക്ക് കൊടുക്കും. അപ്പം ഇവിടെ ആ കിട്ടുന്ന പൈസ എന്ത് ചെയ്യും? ഈ കുട്ടികളെ കാണിച്ച് വാങ്ങുന്ന പൈസ എന്ത് ചെയ്യും? കാമുകന്മാർക്ക് കള്ളു കുടിക്കാനും പെണ്ണു കുടിക്കാനും അയച്ചു കൊടുക്കും. ഈ സംഭവം പുറത്ത് കൊണ്ടുവന്നത് ഞാനാണ്. ഈ സംഭവം പുറത്തറിയിച്ചത് അതും എപ്പോടെ ആ വീട്ടിൻ്റെ അകത്ത് നിന്ന് ഈ പുള്ളിക്കാരനെ കണ്ടുപിടിച്ചതിന് ശേഷം
അതിനു മുമ്പേ എനിക്കറിയാം ഈ ജനങ്ങളടുത്ത് ഞാൻ പറയുന്നുണ്ട് അവരതിന് അർഹരല്ല, നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാം കൂടി എൻ്റെ കഴുത്തിലോട്ട് പാഞ്ഞു കയറുകയായിരുന്നു. ഇത് ഞാൻ തെളിവുകളോടെ പറയുന്ന സമയം എന്ന് പറയുന്നത് ഇവരുടെ ഉമ്മ ഇവരെ വീട്ടിൻ്റെ അകത്തുനിന്ന് ആ ചങ്ങായിനെ പിടിച്ചപ്പോഴാണ്. ഇവരെ ഉമ്മ ഇവരുടെ അവിഹിതം പിടിച്ചതിന് പടി എനിക്ക്. അവരടുത്ത് വിളിച്ച് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ജനങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇനിയും ഒരു പുരുഷൻ ഇവളുടെ വലയിൽ വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ വീട്ടിൽ നിന്ന് ഇവക്ക് വേറൊരാളുമായിട്ട് സമ്പർക്കമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വോയിസ് എടുത്ത് പബ്ലിഷ് ചെയ്തു. അതിനും കുറ്റക്കാരി ഞാൻ കുറേ ആളുകളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ അതിൽ രക്ഷപ്പെടേണ്ട കാര്യമില്ല. ഭാര്യ മക്കളുമുള്ള ഇവന്മാരൊക്കെ എന്തിനാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തോളി വന്ന് കയറണത്? അതിൻ്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ ആണല്ലോ ഈ പ്രവാസികൾ ഇങ്ങനെ ഓടണത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ കടുപ്പം തന്നെടേ. ഇത്രയും ദാരിദ്ര്യം പിടിച്ച മനുഷ്യർ ഈ ലോകത്തുണ്ടാന്ന് ഞാൻ ആലോചിച്ചു പോയി. അപ്പം അത്ര അങ്ങനെയാണ് ആ അവിഹിത കഥ ഞാനെടുത്ത് പുറത്തിട്ടത്. ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയൊന്നും ഞങ്ങൾ അറിഞ്ഞതുപോലും അല്ല. ഇവള് തന്നെ ലൈവിൽ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പഞ്ചായത്തിൽ കൊണ്ടുപോയി ഈ കുട്ടികൾ മൊഴി കൊടുത്തിരിക്കുന്നതും ഇവളുടെ ആദ്യ ഭർത്താവ് ഇതിൽ ഇടപെട്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ അറിയുന്നത് ഇവള് തന്നെ ലൈവിൽ വന്നിരുന്ന് പറയുന്ന സമയത്താണ്. അപ്പം നമ്മൾ അന്വേഷിക്കും, സ്വാഭാവികമല്ലേ. ഒരു കാര്യം അറിയുമ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കും. അതിൽ സത്യത്തിൽ ആ കുട്ടി ഇവളുടെ ദ്രോഹങ്ങളിനെ കുറിച്ചാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പഠിക്കൂല എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടുള്ളതും അതിൻ്റെ ശരീരത്തിലുള്ള അടയാളങ്ങളും ഒക്കെ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവളുടെ തെറ്റുകളിനെയാണ് അവിടെ ആ കൊച്ച് കാണിച്ചത്. അതിനോടനെ പിന്നെ ഒരു കാര്യം ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിന്നോളാം. ഈ പുള്ളിക്കാരൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ആ കൊച്ചങ്ങനെ പറഞ്ഞത്. ഈ പുള്ളിക്കാരൻ അവിടെ ഇല്ല എങ്കിൽ ആ കുട്ടി ഇവളുടെ കൂടെ താമസിക്കും. അപ്പോൾ അത് എന്ത് കാരണമാണെന്ന് ആ കുട്ടിക്ക് മാത്രമേ അറിയൂ, നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ആരെങ്കിലും അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മരബുദ്ധിയുടെ അടുത്തൊന്ന് പറ. വികാരക്ഷോഭത്തോടു കൂടി വന്നിരുന്ന് ലൈവോ വീഡിയോയോ ചെയ്യല്ലേ. കാരണം സ്വന്തം കുടുംബമാണ്, സ്വന്തം ജീവിതമാണ് കൊണ്ടുവന്നിട്ട് ഈ അലക്കുന്നത്. ഇത് പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു സാധനം പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും. അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് ഈ കാര്യങ്ങൾ മൊത്തം എടുത്തുകൊണ്ട് വന്ന് പബ്ലിക്കിൽ പറയണത് ഇവളാണ്. ഇപ്പോൾ ഇന്നലത്തെ ലൈവിൽ വന്നിട്ട് പറയണ് അവൻ കയറി പിടിച്ചെന്നൊക്കെ പറയണു. എനിക്കറിയാൻ പാടില്ല. അവരൊന്നിച്ച് ജീവിക്കുന്നവർ അവർക്കേ അറിയാവൂ അതിൻ്റെ അകത്ത് എന്ത് സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, ഈ കൊച്ചിനെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. കള്ളു കുടിച്ചാൽ ഇവന് മനുഷ്യ സ്വഭാവം അല്ല എന്ന് ഇവള് എന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കള്ളു കുടിച്ച് മനുഷ്യ സ്വഭാവം അല്ലാത്ത സമയത്ത് ഇവൻ ആ കൊച്ചിനെ അടിച്ചിട്ടുണ്ട്. കുപ്പിയെടുത്ത് ചെവിയിലോട്ട് എറിഞ്ഞ് എന്ന് ഇവള് പറയുന്നു. നമ്മളിപ്പോൾ സ്വന്തം വാപ്പയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളെടുത്ത് സ്വന്തം വാപ്പയാണ് അത് കാണിച്ചെങ്കിൽ നമ്മൾ വെറുതെ വിടുമോ? കുപ്പിയെടുത്ത് എറിയണമെങ്കിൽ ആ കുപ്പി ആ കൊച്ചിൻ്റെ മുഖത്തോട്ട് ചെന്ന് അടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വെള്ളം ചെവിയിൽ കയറ മാത്രമല്ല ചെയ്ത് ആ കുപ്പി അടക്കമാണ് അവ എടുത്ത് എറിഞ്ഞത്. അതൊരു ഗുരുതര ആരോപണമായിട്ട് അവൾക്ക് തോന്നുന്നില്ല. അവൾക്കതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ഇതെൻ്റെ സ്വന്തം കൊച്ചല്ലേടി, ഒന്നുമില്ലെങ്കിൽ ആ കൊച്ചിനെ കൊണ്ട് കുറേ പിരിച്ചതല്ലേ നീ. സ്വന്തം കുഞ്ഞിൻ്റെ ദേഹത്ത് അവൻ കുപ്പിയെടുത്ത് എറിഞ്ഞത് നിനക്ക് നിസ്സാരം. എന്നിട്ട് നീ എന്നെ ഇരുന്നുകൊണ്ട് പറയണുണ്ട് കള്ളു കുടിച്ച ബോധമില്ല, പൊക്കണമില്ല, ഒരു സംക്രാന്തിയുമില്ല. വല്ലാത്തൊരു കുടുംബം തന്നെ എൻ്റെ പൊന്നുമോളെ. അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത്രയും ഗതികെട്ട ഒരു തള്ള ഈ ലോകത്തുണ്ടാവുമോന്ന്. ചരിത്രത്തിലുണ്ടാവൂലല്ലോ ഇങ്ങനത്തെ ഒരെണ്ണം, ചരിത്രത്തിൽ. എന്നിട്ട് പറയാണ് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എൻ്റെ തുണി അനയ്ക്കാൻ എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ടാവും. എടി, ആ കൊച്ചിന് എത്ര വയസ്സുണ്ടടി? അതിനെത്ര വയസ്സുണ്ട്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. 12 വയസ്സെന്ന് പറയണ കൊച്ച്, കളിച്ച് വളരേണ്ട കൊച്ചിനെ CBSE പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ഇരുത്തി നീ പഠിപ്പിക്കുന്നു. ഒന്നുകിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലെ സർവത്ര ജോലികളും ചെയ്യിപ്പിക്കുന്നു. ഇട്ട ഷഡ്ഡി പോലും നമുക്ക് കഴിയിക്കാൻ തോന്നില്ല ഈ 12 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട്. ഇട്ട ഷഡ്ഡി. ഇതൊക്കെ ക്രൂരതയാണ്.
12 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് തുണിയനപ്പിച്ച കഥ വന്നിരുന്നുണ്ട് പറയാണ് വലിയ ക്രെഡിറ്റ് ആയിട്ട്. സത്യം പറയാം, ഇതിനെ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൗൺസിൽ ചെയ്ത് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് ഇതിനൊന്ന് റെഡിയാക്കാൻ നോക്കണേ. അതൊരു മുഴു ഭ്രാന്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.